ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. തോന്നിയ പോലെ വന്നിട്ട് ഓരോ ഇന്റർവ്യൂ കൊടുക്കും. അവരത് പറഞ്ഞു ഇവരിത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുക്കും. എന്നിട്ടോ ഇന്റർവ്യൂവിൽ എന്തൊക്കെയാ പറയുന്നത്? നിയമപരമായിട്ട് സുധിച്ചേട്ടനാണ് താലി കെട്ടി രജിസ്റ്റർ മാരേജ് നടത്തിയത്. അപ്പൊ സുധിച്ചേട്ടന്റെ മുന്നേ വേറെ ആരോ കൂടെ പോയി എന്നോ അല്ലെങ്കിൽ ആരെയോ കൂടെ താമസിച്ചു എന്നോ അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിച്ചു എന്നോ ഉള്ളൊരു ധ്വനി അതിലുണ്ട്. റിയാക്ഷൻ വീഡിയോയുടെ അടിയിൽ ഓരോരുത്തരിടുന്ന കമന്റുകളാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോകളാണ് രേണുവിനെ പൊക്കിക്കൊണ്ടുവരുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ച് നമ്മൾ വീഡിയോ ഇടുന്നത് നിർത്തുമോ? ഇല്ല. കോവിഡ് കാലത്ത് സുധിച്ചേട്ടന് ഫിനാൻഷ്യലി പ്രോബ്ലം വന്നപ്പോൾ നിങ്ങൾ ആരെങ്കിലും വന്ന് സഹായിച്ചോ? സുധിച്ചേട്ടന്റെ മക്കൾക്ക് ഉണ്ടോ? സുധിച്ചേട്ടന്റെ മക്കൾ ഉറങ്ങിയോ? സുധിച്ചേട്ടന്റെ മക്കൾക്ക് ഓണമായിട്ട് ഒരു നല്ല വസ്ത്രം കിട്ടിയോ? പാവം രേണു. എന്തിനാണ് രേണു നാട്ടുകാർ മുഴുവനും സുധിയുടെ മക്കൾക്ക് കിട്ടിയോ നോക്കുന്ന? സുധിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരാള് വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു. വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സുധിയുടെ മകനെ പഠിപ്പിക്കുന്നത് ഫ്ലവേഴ്സ് ആണ്. അതല്ലാതെ തന്നെ ഒരുപാട് പേര് സുധി മരിച്ച സമയത്ത് സഹായിച്ചിരുന്നു. എല്ലാ സുധിയെ അറിയുന്നവരും സുധിയോട് ഇഷ്ടമുള്ളവരും സ്നേഹമുള്ളവരും പ്രോഗ്രാം കാണുന്നവരും എല്ലാം പൈസ തന്നിരിക്കുന്നത്. ലക്ഷ്മി നക്ഷത്ര എല്ലാ മാസവും നിനക്ക് കാശ് അയച്ചുകൊണ്ടിരുന്ന ആളാണല്ലോ. ഇപ്പൊ എവിടെ പോയി ലക്ഷ്മി നക്ഷത്ര? ലക്ഷ്മി നക്ഷത്രക്ക് അവളതായ ജോലിയുണ്ട്, അതായിരിക്കാം അവൾ തരാത്തത്. പക്ഷെ നിനക്കിപ്പം ആരുടെയും വേണ്ട, നീ നിന്റെ ഇഷ്ടത്തിന് നീ ഒരു ജോലി കണ്ടുപിടിച്ചിട്ടുണ്ട്. അഭിനയം എന്ന് പറഞ്ഞതും ഒരു ജോലിയാണ്. അഭിനയിക്കാൻ അറിയാമെങ്കിൽ ആർക്കും ഇന്ന് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. നീ കാണിക്കുന്നത് അഭിനയമാണോ? നീ എന്ത് അഭിനയമാണ് കാണിക്കുന്നത്? തുടക്കത്തിലൊന്നും ഒന്നിനും കൊള്ളൂലായിരുന്നു നിന്റെ അഭിനയം. പക്ഷെ രേണു സുധി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിന്റെ ആൽബവും നിന്റെ ഷോർട്ട് ഫിലിമും എല്ലാം നിന്റെ ഇന്റർവ്യൂസും ആളുകൾ കണ്ടിട്ട് ആ ചാനലുകാർക്ക് കാശ് കിട്ടുന്നുണ്ട്. അവരെ നിനക്ക് തരാറുണ്ടോ? നിന്റെ കുട്ടികൾക്ക് ചെലവിന് കൊടുക്കാറുണ്ടോ? ഞാൻ മാസാമാസം ഒരു സംഖ്യ നിനക്ക് അയച്ചു തരാം. സത്യമായിട്ട് പറയാമെങ്കിൽ മാത്രം ഞാൻ അയച്ചു തരാം. പിന്നെ നാട്ടുകാർ നോക്കിയില്ല, വീട്ടുകാർ നോക്കിയില്ല, ആരും തന്നില്ല എന്ന് പറയാൻ നീ മാത്രമാണോ ഈ ലോകത്തിലെ വിധവ? ഒരുപാട് വിധവകളുണ്ട് രേണു. ഈ വിധവകളെല്ലാം അവരുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ജോലിയിലാകുന്നത് വരെ ആ അമ്മ നല്ലതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. ഇല്ലെങ്കിൽ അമ്മേന്റെ കൂടെ നിൽക്കാൻ അമ്മയുടെ ആൾക്കാരും കുട്ടികളുടെ അച്ഛന്റെ ആൾക്കാരും നല്ലവരായ കുറെ നാട്ടുകാർ സുഹൃത്തുക്കളും എല്ലാം ഉണ്ടാകും. നീ മാത്രമാണോ ഈ ലോകത്തിലെ വിധവ? ഒരുപാട് വിധവകളുണ്ട് രേണു. ഈ വിധവകളെല്ലാം അവരുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ജോലിയിലാകുന്നത് വരെ ആ അമ്മ നല്ലതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. ഇല്ലെങ്കിൽ അമ്മേന്റെ കൂടെ നിൽക്കാൻ അമ്മയുടെ ആൾക്കാരും കുട്ടികളുടെ അച്ഛന്റെ ആൾക്കാരും നല്ലവരായ കുറെ നാട്ടുകാർ സുഹൃത്തുക്കളും എല്ലാം ഉണ്ടാകും. ഒരാൾക്ക് കയറി കിടക്കാൻ വീടില്ലാത്ത എത്രയോ പേരുണ്ട്. കടത്തെണ്ണയിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയും ഒരുപാട് പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. മഴയും വെയിലും എല്ലാം കൊണ്ടുകൊണ്ട് കടത്തെണ്ണയിൽ കിടക്കുന്നു. പകല് മുഴുവനും ഭിക്ഷയാചിച്ച് ഭക്ഷണം വാങ്ങിക്കഴിച്ച് അവർ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും എവിടെയെങ്കിലും കിടക്കുന്നു. അവർക്ക് വീടില്ലാത്തവരാണ്. പുറമ്പോക്കുകളിൽ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. റെയിൽവേ പുറമ്പോക്കിൽ കുറെ പേര് താമസിക്കുന്നുണ്ട്. കോളനികളിൽ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. ഇവരൊക്കെ നിന്നെ പോലെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടോ? നീ എന്ത് മാധ്യമത്തിൽ വന്നുകൊണ്ട് റീച്ച് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യം എന്താണ്? ആദ്യം നീ വിളിച്ചു പറച്ചിലൊക്കെ ഒന്ന് നിർത്തിക്കോ. നീ വിളിച്ചു പറയേണ്ട കാര്യമില്ല. നമ്മളൊരാളെ ഇടയിൽ നിന്നും സഹായം കിട്ടാൻ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടല്ല ഒരാൾ സഹായിക്കേണ്ടത്, അല്ലാതെ തന്നെ സഹായിക്കും. ആ സഹായത്തിന് നിനക്ക് അർഹത ഉണ്ടായിരിക്കണം. അർഹതയുണ്ടെങ്കിൽ മാത്രമാണ് നിനക്ക് അത് കിട്ടുന്നത്. അർഹതയുണ്ടെങ്കിൽ അർഹതപ്പെട്ട ആളിൽ നിന്ന് തന്നെ അത് കിട്ടും. ബീന ആന്റണിയും ബോച്ചയും നീയും കൂടെ നിൽക്കണം കണ്ടു, റാമ്പ് വാക്ക് കണ്ടു. ബോച്ചയും അതുപോലെ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. ബോച്ചയുടെ കൂടെ കണ്ടല്ലോ ഒരു പരിപാടിയില്, ബോച്ച സഹായിക്കുമല്ലോ. ബോച്ചയും ഒരുപാട് പേര് സഹായിച്ച ആളാണ് ബോച്ച.
ലക്ഷങ്ങളും കോടികളും ആൾക്കാർ സഹായിക്കുന്നുണ്ട്. പിന്നെ നീ ആ റാമ്പ് വാക്കൊക്കെ നടത്തുന്ന സമയത്ത് റാമ്പ് വാക്കിന് പോയില്ലേ, അവിടുത്തെ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് മുന്നേ നീ പോയതാണല്ലോ, നീ ഫസ്റ്റില് ഷോർട്ട് ഫിലിം അഭിനയിച്ചത് കണ്ടു. അത് 2 മില്യന്റെ മേലെ പോയി. വേറൊരെണ്ണം വന്നു, അത് 2 മില്യന്റെ മേലെ കയറി. എല്ലാം 1 മില്യൺ, 1.5 മില്യൺ, 2 മില്യൺ. പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലിനകത്ത് തന്നെ നീ വീഡിയോ ചെയ്തിട്ടാൽ ഒരുപാട് പേര് കാണുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് വ്യൂവേഴ്സും കിട്ടിയിട്ടുള്ള, ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് വ്യൂസും കിട്ടിയിട്ടുണ്ട് നിന്റെ വീഡിയോയ്ക്ക്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. വെറുതെ ഒന്നും കാണാതെ വിളിച്ച് പറയുകയും ചോദിക്കുകയും അല്ല. നിങ്ങളാരാ ഇത് ചോദിക്കാൻ എന്നും ചോദിച്ച് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഈ ബിഗ് ബോസിൽ പോകുന്നുണ്ടല്ലോ, ബിഗ് ബോസിൽ നിന്നും നന്നായിട്ട് കാശ് കിട്ടും. സ്വന്തമായി അധ്വാനിച്ച് നമ്മളെ മക്കളെ വളർത്തി വലുതാക്കി ഒരു നിലയിൽ എത്തിക്കുന്നതിനേക്കാളും വലുതല്ല മറ്റൊരാളുടെ തണലിൽ അവരെ ആശ്രയിച്ച് ജീവിക്കുന്നത് എന്നെങ്കിലും മനസ്സിലാക്കുക ശ്രുതി. സ്വന്തമായി അധ്വാനിച്ച് മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഒരു നിലയിൽ എത്തിക്കുക എന്നതാണ് ഏറ്റവും അഭിമാനകരമായത്. ഓക്കെ, ബൈ.